ഇരിക്കുന്ന അത്യുന്നതരായ ബഹുമാന്യരെ, പ്രോട്ടോകോളൊന്നും തെറ്റിക്കുന്നതല്ല, ഇവരുടെ പേരുകൾ ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വീട്ടിൽ പോകാൻ പറ്റില്ല. കാരണം നിറഞ്ഞിരിക്കുന്ന വേദിയാണ്, സന്തോഷമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് സിനിമാക്കാർക്ക് സന്തോഷം. വേദി പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലും നിറയെ ആളുകളുണ്ട്. സാധാരണ പൂജ പരിപാടികൾ എറണാകുളത്താണ് നടത്തുന്നത്, കൂടുതലും അഞ്ചുമന ക്ഷേത്രത്തിലും അതുപോലെ തന്നെ എറണാകുളത്ത് പല ഓഡിറ്റോറിയത്തിലേക്ക്. ആ പൂജാ ചടങ്ങിൽ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും വിജയിച്ചിരിക്കുകയാണ്. കാരണം മലയാളത്തിലെ ഭൂരിഭാഗം സിനിമകളും നിയന്ത്രിക്കുന്ന ബാദുഷയെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, തൃശ്ശൂരിൽ. പുള്ളിനെ മാത്രമല്ല, കുടുംബത്തെ കൂടി വിളിച്ച് വരുത്തി ഇവിടെ പൂജ നടത്തിയതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഞാൻ എൻ്റെ ഒരു ഭാഗമാണ്. ആദ്യം വന്ന് ഇലിയാസും പ്രൊഡ്യൂസർ ജോസഫൊക്കെ കൂടി സംസാരിച്ചപ്പോൾ കാസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഇന്നസെന്റ് ഏട്ടൻ്റെ മകൻ്റെ മകൻ ഇന്നസെന്റ് തന്നെയാണ്. ഈ ഇന്നസെന്റിനെ കുറിച്ച് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടു. ഇന്നസെന്റ് ഏട്ടൻ്റെ എല്ലാ കഴിവും ഒത്തിണങ്ങിയ ഒരു കൊച്ചുമകനാണ്. അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇന്നസെന്റ് ഏട്ടൻ്റെ തമാശകളും ആ എല്ലാ കാര്യങ്ങളും ദൈവം അനുഗ്രഹിച്ച് കൊടുത്തു എന്നുള്ളത് ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ കേട്ടു. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് എന്തായാലും വിത്തുഗുണം പുറത്തുഗുണം ഇവിടെ നിന്ന് ഇറങ്ങി പോവില്ല ഒരിക്കലും. സിനിമയുടെ ചോറ് തിന്നിട്ടുള്ള തലമുറകൾ അവരുടെ മക്കളെല്ലാം സിനിമയിൽ തന്നെ വരും, കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. അപ്പോ എന്തായാലും ഇവര് തന്നെ തീരുമാനിച്ചു. അതിനുശേഷം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് ഈ കേരള പോലീസിന് വേണ്ടിയിട്ടായിരുന്നു, ഡ്രഗ്സിനെതിരായിട്ട്. അത് ഞാനൊരു ഡോക്ടറായിട്ടായിരുന്നു. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് അഭിനയിച്ചത് ബാദുഷയുടെ മകനായിരുന്നു. അപ്പൊ അതിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ്, വളരെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ സ്വന്തം അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അവൻ ബോധം വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞത്. അത് വളരെ മനോഹരമായിട്ട് ബാദുഷയുടെ മകൻ അഭിനയിക്കുകയും, പക്ഷെ അദ്ദേഹം AR റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നൈയിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അവിടെ സെലക്ഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ AR റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മൾട്ടി ടാലന്റഡ് ആണ്, മ്യൂസിക്കും എല്ലാം ചേർന്നിട്ട്. ആരും വിചാരിക്കരുത് എൻ്റെ മകൻ ഞാൻ തന്നെ ആദ്യം വന്ന് തള്ളിക്കയറ്റിയതാണെന്ന് ഇവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് അവൻ അവസാനമാണ് ഇതിലേക്ക് വന്നത്, പ്രോജക്റ്റിലേക്ക്. അവനെക്കുറിച്ച് പറയാൻ നാടകമാണ് മേഖല. സ്കൂൾ യുവജനോത്സവത്തിൽ രാജഗിരിയെ പ്രതികരിച്ച് ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനും ഇതുപോലെ തന്നെ ഇപ്പോൾ രാജഗിരിയുടെ ബാൻഡിൽ ഗിറ്റാറിസ്റ്റുമാണ്. അപ്പൊ എങ്ങനെ പോയാലും പുതിയ തലമുറ നാലുകാലിൽ വീഴും, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പച്ച പിടിച്ചോളൂ, വലിയ യാതൊരു സംശയമില്ല. അപ്പോൾ മനോഹരം ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം പ്രസംഗിച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രാഗിക്കൊണ്ടിരിക്കും, ഇയാളെന്താ നിർത്താത്തതിരിക്കും. വളരെ മനോഹരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് പൂജ. സാധാരണ തോണിസുന്യാളുടെ പള്ളിയുടെ മുമ്പിലും വല്ലാറപാടത്തൊക്കെയാണ് തിരി എത്തിക്കുന്നത്. തിരി കത്തിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കേട്ടത് പഞ്ചവാദ്യം. എന്ത് രീതിയാണെന്നുള്ള എനിക്ക് ഇവിടുത്തെ കിട്ടിയിട്ടില്ല. എന്തായാലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് സിനിമ. ഇവിടെ ജാതിയോ മതമോ വർഗീയതയോ ഒന്നുമില്ല. എല്ലാം കൂടി ചേർന്നൊരു മനോഹരമായ പൂജയാണ് നടന്നത്. തീർച്ചയായിട്ടും ഇത് എത്തേണ്ട സ്ഥലത്ത് ഈ സിനിമ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും, കാരണം ഞാൻ അമ്മയുടെ ഓഫീസിൽ ഇപ്പോൾ മറ്റന്നാൾ ഞങ്ങൾ ജനറൽ ബോഡിയാണ്, നേതൃത്വ നിലയിൽ 7-8 വർഷമായിട്ട് ഞാനുണ്ട് അമ്മയുടെ. അപ്പോൾ അവിടെ ഞാനൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, ഇന്നസെന്റ് ഏട്ടൻ്റെ കട്ടൗട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഇന്നസെന്റ് ഏട്ടനെയാണ് ഓർക്കുന്നത്. അപ്പൊ ഇന്നസെന്റ് ഏട്ടനെ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഇന്നസെന്റിനെ കാണുമ്പോൾ എന്തോ നിമിത്തം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തലമുറ ലെഗസി കൈമാറുകയാണ്. അതിന് വേണ്ടത് നിങ്ങളെപ്പോലെ ഓഡിയൻസ് തന്നെയാണ്. സാധാരണ എറണാകുളത്ത് നടക്കുമ്പോൾ മുഴുവൻ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. സാധാരണ നാട്ടുകാരൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. സാധാരണക്കാരാണ് സിനിമ വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തിയേറ്ററിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മളിത് തുടങ്ങാൻ പോവുകയാണ്. അതിന് എല്ലാവിധ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തുനിന്നും. മലയാള സിനിമയിൽ ഒരു സിനിമ പോലും ബാദുഷ അറിയാതെ പോകാറില്ല. അപ്പോൾ ബാദുഷയുടെ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കേണ്ട, കാരണം സ്വന്തം പോലല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഒരാളും കൂടി ഉണ്ട് ബാദുഷക്ക്. ആ ആളെയും സിനിമയിലേക്ക് കൊണ്ടുവരുന്ന നല്ല, കാരണം വളരെ ടാലന്റ്. ഒറ്റക്ക് പോയിട്ട് മത്സരിച്ചിട്ട് വിയറ്റ്നാമിൽ പോയിട്ട് കോൺടെസ്റ്റിൽ ഫാഷൻ ഷോയിൽ പങ്കെടുത്തിട്ട് വന്നത്. വിയറ്റ്നാമിലല്ലേ, ഗോവയിൽ പോയി, ഇനി വിയറ്റ്നാമിൽ പോകുന്നു. ഒറ്റക്കാണ് പുള്ളിക്കാരി പോയി ഓഡീഷന് പങ്കെടുക്കുന്നത്. ഞാൻ തന്നെ അറിയുന്നത് ബാദുഷയുടെ മോളെന്ന് പറഞ്ഞപ്പോൾ ഇവര് അന്നവിടെ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്തോ ഓഡീഷനൊക്കെ പോയിട്ട് അവിടെ കിട്ടിയിട്ട് പറഞ്ഞിട്ട് വേദിയിൽ വളരെ പ്രമുഖരായവരുടെ മുമ്പിൽ വളരെ കൂളായിട്ട് ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ മനസ്സിലായി ആദ്യം വരേണ്ടത് സിനിമയിലേക്ക് മോളാണെങ്കിലും ആദ്യം നടക്കുന്നത് നിനക്കാണ്.
സിനിമ അങ്ങനെയാണ്, ലക്ക് ആർക്കാണോ വന്ന് വീണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ടാലൻസ് ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് ടാലൻസ്, അവരെല്ലാം സിനിമയുടെ നിറസാന്നിധ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും മകളെയും ഓഡിഷൻ ചെയ്യും അല്ലേ ബാദുഷയുടെ മോളെ? ഈ കുട്ടിനെ കുറിച്ച് മോള് ടോണിയാരാണ്? ഓക്കെ. എൻ്റെ മക്കളും ഇവരൊക്കെ അറിയാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ എറണാകുളത്ത് കിടക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അറിയാൻ പാടില്ല. സോറി. ടോണിയുടെ മകളുണ്ട്, മെലിഞ്ഞ സുന്ദരി എന്ന കഥാപാത്രമുണ്ടല്ലേ അല്ലേ? അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഇനി തടിയച്ചു പോയിരുന്നില്ല, ക്യാരക്ടർ പോകും. അപ്പൊ എല്ലാവർക്കും നല്ല ആശംസകൾ, എല്ലാവരും സപ്പോർട്ടോട്. ഒരുപാട് ടാലൻസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിന്റെ ഇറങ്ങിക്കുന്നു. അതുപോലെ തന്നെ ശ്രീകുമാറുടെ ഇവന്റെ പാട്ടുകൊണ്ട് രക്ഷപ്പെട്ടത് ഫഹദാണ്. കാരണം ആവേശത്തില് ഫഹദ് ഒരു റീൽ ചെയ്യുന്നുണ്ട്, കരിങ്കാളിയല്ലേ എന്നുള്ളത്. അത് ഇവനാണ് പാടിയത്. പക്ഷെ അതുകൊണ്ട് ഗുണം ചെയ്തത് ഫഹദാണ്. ഞങ്ങളുടെ കോമഡി ഉത്സവത്തിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അഭിനയ രംഗത്തേക്ക് കിടക്കുകയാണ്. എല്ലാ അഭിനയ രംഗത്താണ് ഞങ്ങളുടെ കയ്യിൽ പാട്ടിടാൻ വേണ്ടിയിട്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലനാണ്. ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് അച്ഛാ. എല്ലാവിധ പ്രാർത്ഥനകളും വേണം. താങ്ക് യു.